ആദ്യം ശ്രീ ഡോക്ടർ ബി ജയരാജ്, എന്താണ് ഗോവിന്ദൻ മാഷ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറയുന്നത് അദ്ദേഹം എഐക്ക് എതിരെയായിട്ടല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എതിരായിട്ടല്ല കാര്യങ്ങൾ പറയുന്നത്, പക്ഷേ അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് തന്നെയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എഐ മുന്നേറ്റം തുടർന്നാൽ അത് സോഷ്യലിസത്തിലേക്കുള്ള വഴി തുറക്കലായിരിക്കും. പിന്നെ അത് മാർക്സിസത്തിന് പ്രസക്തി നൽകുന്ന ഒന്നായിരിക്കും എഐയുടെ വളർച്ച എന്നാണ്. മനസ്സിലായില്ല, അത് എന്താണ് അദ്ദേഹം അങ്ങനെ ഉദ്ദേശിക്കുന്നത്? മാർക്സിസം എന്ന് പറയുന്നത് മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാറാത്തതായ ഒന്ന് മാത്രമേ ഉള്ളൂ, മാറ്റമാണെന്ന്. അപ്പൊ പുതിയ അവസ്ഥകളിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ നോക്കി കാണുന്നതെന്നുള്ള ഒരു ചർച്ചയ്ക്ക് വഴിമരുന്നിടുകയാണ് ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ ചെയ്തത്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ചെയ്തത്. ഇതിനകത്ത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള അധ്വാന മൂല സിദ്ധാന്തമാണ് അദ്ദേഹം എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ഫ്രാങ്ക്ഫർട്ട് സ്കൂളുകാർ ചെയ്യുന്നതിനെ പോലെ കൾച്ചറിനെയോ ഇന്റർഡിസിപ്ലിനറി അപ്രോച്ചോ പവർ സ്ട്രക്ചറോ ഇതൊന്നും അല്ല പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലൂടെ വളർന്നു വലുതാവുന്നതിലൂടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയുമെന്ന് അദ്ദേഹം ഏത് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? മുതലാളിത്തം താഴെ വരുമെന്നും അതേപോലെ സമ്പന്നരല്ലാത്തവർ, പാവപ്പെട്ടവർ, അവർ മുന്നേറുമെന്നും ഇവർ തമ്മിലുള്ള അന്തരം കുറയുമെന്നും. അതാണല്ലോ സോഷ്യലിസത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, സ്ഥിതി സമത്വം ഉണ്ടാവുക എന്നുള്ളത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറഞ്ഞ് ഒരേ രീതിയിലാവുക എന്നുള്ളത്. അതെങ്ങനെ സാധ്യമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ തിയറി? എന്താണ് ഈ രീതിയിലൊക്കെയാണോ ഈ എഐയുടെ വളർച്ചയെ ഒരു പാർട്ടി വിശദീകരിക്കേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. മുതലാളിത്തത്തിന്റെ ലക്ഷ്യം എന്താണ്? മുതലാളിത്തത്തിന്റെ ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മുതലാളിത്തത്തിന്റെ മിച്ചമൂല്യം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അധ്വാനമാണ്. അങ്ങനെ ഇരിക്കെ ഈ സോഷ്യലി നെസസറി ലേബർ ടൈം എന്ന് പറഞ്ഞിട്ടൊരു സമയമുണ്ട്. അപ്പോൾ ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുന്നവൻ 3 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിവൈഡഡ് ബൈ നെസസറി വർക്കിംഗ് ടൈം. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ വിനിമയ മൂല്യം നഷ്ടമാവുന്നതായിട്ട് കാണാം. അപ്പൊ മുതലാളിത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്നും അങ്ങനെ ആന്തരിക പ്രതിസന്ധി രൂക്ഷമാവുമെന്നും അങ്ങനെ ആയിരിക്കണം. അതിന്റെ ഒരു എക്കണോമിക് ഫാക്ടർ മാത്രമാണ് ഇപ്പൊ ക്രോണിക് ക്യാപിറ്റലിസം ഇപ്പൊ നമ്മൾ കണ്ടു. ക്രോണിക് ക്യാപിറ്റലിസം എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? ക്രോണിക് ക്യാപിറ്റലിസം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ US പോലുള്ള രാജ്യങ്ങളിൽ ക്യാപിറ്റലിസ്റ്റുകൾ, ഇൻഡസ്ട്രിയലിസ്റ്റുകൾ തന്നെ അധികാരത്തിൽ വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇപ്പം ഫ്രഞ്ചിലാണെങ്കിലും അവിടെ ഫ്രാൻസിലാണെങ്കിലും ഇതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം, അദ്ദേഹം പറയുന്നത് ഞാനൊന്ന് വായിക്കാം, താങ്കൾക്ക് അതിന്റെ ഒരു അർത്ഥം പറഞ്ഞു തരിക. എഐ എന്നത് മുതലാളിത്തത്തിന്റെ കയ്യിലാണുള്ളത്. ഇത് വിവിധ തലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നതോടെ മനുഷ്യാധ്വാന ശേഷി 60% കുറയും. അപ്പോൾ അധ്വാനിക്കുന്ന വർഗത്തിന് അധ്വാനമില്ലാതാകും. പക്ഷെ അദ്ദേഹം തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നൊന്നും പറയുന്നില്ല. നേരത്തെ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നുവല്ലോ, തൊഴിൽ തിന്നുന്ന ബഗൻ എന്നായിരുന്നുവല്ലോ. പക്ഷെ ഇവിടെ അത് പറയുന്നില്ല. എഐ ആണ് അധ്വാനിക്കുക. ഇതോടെ കമ്പോളത്തിലെ ക്രയവിക്രയ ശേഷിയിലും 60% കുറവ് വരും. അതായത് കൊടുക്കൽ വാങ്ങൽ വിൽപ്പന കുറയുമെന്നുള്ളതാണല്ലോ. മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതാകും. സ്വത്ത് വാങ്ങാൻ ആളില്ലാതാകുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കൂടുകയല്ല, സമ്പന്നനും അതിസമ്പന്നനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം കുറയുകയാണ് ചെയ്യുക. ഇത് മൗലികമായ മാറ്റത്തിന് കാരണമാകും. ഈ സാഹചര്യത്തെയാണ് മാർക്സ് സമ്പത്തിന്റെ വിഭജനം എന്ന് പറയുന്നത്. അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനവും. അങ്ങനെയാണ് എഐയുടെ വളർച്ച സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായി തീരുന്നത്. അതായത് മാർക്സിസത്തിന് പ്രസക്തി കൂടുന്ന ഒരു സമയമാണ്. അതൊരു 100 വർഷ കാലയളവാണ് അദ്ദേഹം ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. അതായത് മുതലാളി താഴേക്ക് വരും, മുതലാളിയുടെ സമ്പത്ത് കുറയും, മുതലാളി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതാകും, ഈ തൊഴിലാളി വർഗത്തിന്റെ മനുഷ്യാധ്വാന ശേഷി കുറയും. കാരണം അവിടെ എഐ വരികയാണല്ലോ, എഐ ആയിരിക്കും ബാക്കി അധ്വാനിക്കുക. പക്ഷെ ഇത് ഈ മാർക്സിൻ ആശയങ്ങളെ വിമർശിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ പറയുന്നത് എന്താണ്? ഈ മാർക്സിൻ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ പൂത്തുലയുന്നത് നാട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുമ്പോഴാണെന്നാണ്. ഇത് പോക്കുമ്പോൾ മുതലാളിയുടെ സമ്പത്തും ഇല്ലാതാകുന്നു, തൊഴിലാളിക്കും ഗതിയില്ലാതാകുന്നു. അപ്പോൾ ഇതൊരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഉദാഹരണത്തിന് തന്നെ നമ്മൾ ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷന്റെ കേസ് എടുത്താൽ തന്നെ യുദ്ധാനന്തര യൂറോപ്പിൽ സംഭവിച്ചത് എന്താണ്? പ്രൊഡക്ഷൻ കൂടിയപ്പോഴത്തേക്ക് വാങ്ങാൻ ആളില്ലാതാവുകയും അവിടെ ഇടിവുണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും എ കാർട്ട് ഫുൾ ഓഫ് കറൻസി ഈസ് നീഡഡ് ടു ബൈ എ കപ്പ് ഓഫ് കോഫി എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുകയും അവിടെ ആദ്യത്തെ എക്കണോമിക് ഡിപ്രഷൻ രേഖപ്പെടുത്തുകയും ചെയ്തത്. അത് ഞാൻ പറഞ്ഞത് മഞ്ജുഷ്, ഇതിന്റെ ഒരു എക്കണോമിക് വശങ്ങളെ കുറിച്ച് മാത്രമാണ്, സാമ്പത്തിക ശാസ്ത്രത്തിനെ കുറിച്ച് മാത്രമാണ്
ഗോവിന്ദ മാഷ് പറഞ്ഞത്. അതിനെ വിശാലമായ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശരി ആയിക്കോട്ടെ. എന്തായാലും അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല, കാരണം തള്ളി പറയാൻ പറ്റുകയുമില്ല. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ തള്ളിപ്പറയുവാൻ CPM-ന് കഴിയില്ല. പഴയ പോലെ കമ്പ്യൂട്ടറിന് തള്ളി പറഞ്ഞ പോലുള്ള ഒരു കാര്യമല്ല ഇത്. പക്ഷെ അദ്ദേഹം ഒരു 2 ആഴ്ച മുമ്പ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വർഗ സമരത്തിലൂടെ സോഷ്യലിസ്റ്റ് വിപ്ലവം കടന്നു വരുമെന്നാണ്. കമ്പ്യൂട്ടറിനെ ഒന്നും ആരും തള്ളി പറഞ്ഞില്ല. കമ്പ്യൂട്ടർ കൊണ്ട് ആളുകളുടെ ജോലി ഇല്ലാതാവരുത്, അവിടെ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകളെ പിരിച്ചുവിടരുത് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ തള്ളി പറയുന്നത് എങ്ങനെയാണ്? തൊഴിൽ തിന്നുന്ന ഭജൻ എന്നാണ് പറഞ്ഞത്. ശരിയാണ്. ഒരു തൊഴിലാളി വർഗ പാർട്ടിക്ക് ആ സമയത്ത് അത്തരമുള്ള ഒരു ആശയം വെക്കണമായിരുന്നു, സമരം ചെയ്യണമായിരുന്നു. ശരിയാണ്, തൊഴിലാളി വർഗ പാർട്ടിക്ക് അങ്ങനെ ചെയ്യണമായിരുന്നു. പക്ഷെ പിന്നീട് അത് മണ്ടത്തരമാണെന്ന് പിന്നീട് വന്നു, അത്രയേ ഉള്ളൂ. പറയുന്നുണ്ട്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ് ശ്രീ പണിക്കർ. ഞാൻ ഈ